കൊല്ലത്തെ അപകടത്തിൽ മരിച്ച മിഥുന്റെ അമ്മയുമായി സംസാരിക്കാൻ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞോ എന്നുകൂടി അറിയണം. പ്രവീൺ പുരുഷോത്തമൻ, അമ്മ തുർക്കിയിലേക്ക് വിനോദയാത്രയ്ക്കായി കുവൈറ്റിലെ കുടുംബത്തിനൊപ്പം പോയിരിക്കുകയാണ്. ഇപ്പോൾ സംസാരിക്കാൻ സാധിച്ചോ? അമ്മയെ അറിയിച്ചോ? സുജയ, ഇപ്പോൾ ഈ ഒരു മനു ആണത്. മിഥുന് അപകടം പറ്റി എന്നത് മാത്രമാണ് അറിയിച്ചത്. ഇപ്പോൾ സുജയ, ഇപ്പോൾ മിഥുന് ഒരു അപകടം പറ്റി എന്ന് മാത്രമാണ് ഇപ്പോൾ അമ്മ സുജയെ അറിയിച്ചിരിക്കുന്നത്. ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ സുജയുമായി സംസാരിച്ചു. പക്ഷേ ഈ ഒരു വിയോഗം സംബന്ധിച്ചുള്ള കാര്യം അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപകടം സംഭവിച്ചു എന്ന് മാത്രം പറഞ്ഞു. ICUവിലാണെന്നും ഇപ്പോൾ സുജയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഭർത്താവ് മനുവുണ്ട്, മറ്റ് ബന്ധുമിത്രാദികളൊക്കെയുണ്ട്. പക്ഷേ തുർക്കിയിലായതുകൊണ്ട് തന്നെ എങ്ങനെ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം എന്നത് സംബന്ധിച്ചൊരു ആശങ്ക സുജയ്ക്കുണ്ട്. കാരണം ആ രീതിയിലാണ് സംസാരിച്ചത്. അവർ വളരെയധികം ഈ ഒരു വിവരം അറിഞ്ഞ്, അതായത് അപകടം പറ്റിയെന്ന് മാത്രമാണ് അറിയിച്ചത്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ എത്തണം എന്ന് ഒരു അറിയിപ്പ് കൂടി കുടുംബാംഗങ്ങൾ സുജയുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ മാതാവിനെ സംബന്ധിച്ച് എങ്ങനെ നാട്ടിലേക്ക് വരുമെന്നൊരു ആശങ്കയുണ്ട്. കാരണം തുർക്കിയിലാണ്, മറ്റ് ഒരു വിദേശത്തുള്ള കുടുംബത്തോടൊപ്പമാണ് ജോലി സംബന്ധമായി തുർക്കിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിരവധി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു തിരികെ വരുന്നതിന്. ഏതായാലും മകനൊരു അപകടം പറ്റി, മകനിപ്പോൾ ICUവിലാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ അമ്മയെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഏതായാലും സംസാരിക്കുന്നുണ്ട്. തുർക്കിയിൽ നിന്ന് കുവൈറ്റിലേക്ക് എത്തി വേണം സുജയ്ക്ക് നാട്ടിലേക്ക് വരാൻ. മിഥുൻ്റെ അമ്മ ഇപ്പോൾ മകന് അപകടം പറ്റി ഗുരുതരാവസ്ഥയിൽ ICUവിലാണ് എന്ന കാര്യം മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. ആ വീട്ടിലെ ആ ഒരു സാഹചര്യം നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല. രാവിലെ സ്കൂളിലേക്ക് പോയ മകനാണ്. അതിനു മുൻപ് ആ അമ്മ ആ മകനോട് സംസാരിച്ചിട്ടുണ്ടാവണം. മിഥുൻ്റെ അമ്മയെ ഇപ്പോൾ അപകട വിവരം അറിയിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കം അവിടെ ഉണ്ടായിരുന്നല്ലോ. തുർക്കിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതിനുള്ള യാത്രാ സൗകര്യങ്ങളടക്കം ഏർപ്പാടാക്കേണ്ടതുണ്ട്. ഹോം നഴ്സായി 3 മാസം മുൻപ് മാത്രമാണ് കുവൈറ്റിലേക്ക് പോയത്. തിരിച്ച് സുജയെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ അത് എങ്ങനെയായിരിക്കും? എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന നീക്കങ്ങളൊക്കെ തുടങ്ങിയോ? കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചത് എംബസിയുമായി ഉടൻ ഇക്കാര്യം ബന്ധപ്പെടും. എങ്ങനെ തിരികെ എത്തിക്കാം എന്നത് സംബന്ധിച്ചുള്ള ആലോചന ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP ഇവിടെ വന്നപ്പോൾ അമ്മ സുജ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. ബന്ധുക്കൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണ രീതിയിൽ 5 മണിക്ക് ശേഷം സുജയുമായി സംസാരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന് അത് അങ്ങനെ ഒരു സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുത്താം. ബന്ധുക്കൾ തന്നെ നമ്മോടൊപ്പമുണ്ട്. കുട്ടിയുടെ അമ്മയായിട്ട് എൻ്റെ വൈഫ് പോയിട്ടുണ്ട്. അവൾ സംസാരിച്ചിട്ടുണ്ട്, കാര്യം പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്ത്രീകളാകുമ്പോൾ നമ്മൾ പറയുന്ന കണക്കല്ലോ അതിൻ്റെ രീതി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മാഡത്തിനെയും കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. ബന്ധു, സുഹൃത്ത് എല്ലാം കൂടെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളൊപ്പം നിൽക്കുന്നവരാണ്. എല്ലാ കുട്ടികളും ഉൾപ്പെടെ. എൻ്റെ കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടി. അവർ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും മരണപ്പെട്ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികം അവര് ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞു വരാനുള്ള ഒരു നടപടി സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ള വിവരം എന്തായാലും നമ്മളുടെ ഡെത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികം പിന്നെ മനുവിൻ്റെ വൈഫ് അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാലോ ഒരു കൺട്രി ആകുമ്പോൾ സ്വാഡും മരണപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ സ്വാഡും പെട്ടെന്ന് അവർ തിരിച്ചിങ്ങോട്ട് വരാനുള്ള സംവിധാനം ഒരുക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അമ്മയെടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും പറഞ്ഞു. പറഞ്ഞു അവർ അറബോട്ട് സംസാരിച്ചത്, അവരെ കൊണ്ടുപോയവരോട്ട് സംസാരിച്ചത്. ഓക്കെ.
സുജയ ഇപ്പോൾ ഇവിടെയുള്ള ഒരു ബന്ധുവാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അവിടെ ജോലിക്ക് കൊണ്ടുപോയ ആളുമായി, അതായത് സുജയെ അവിടെ ജോലിക്ക് കൊണ്ടുപോയ ആളുമായി ഈ വിവരം സംസാരിച്ചിട്ടുണ്ട്. ഡെത്ത് എന്ന് തന്നെ, മരണം എന്ന് തന്നെ അദ്ദേഹത്തെ അറിയിച്ചു എന്ന് പറയുന്നു. അതൊരു പക്ഷേ അമ്മ കേട്ടിരിക്കാം എന്നും ആണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള സംസാരിച്ച ആൾ പറയുന്നത്. അതിനർത്ഥം സുജ ഏതായാലും ഈ മകൻ്റെ മരണ വിവരം അറിഞ്ഞിട്ടുണ്ട്. അവർ ഒരു കാര്യം കൂടി പറഞ്ഞു, മരണം എന്ന് അറിയിച്ചെങ്കിൽ മാത്രമേ അവർ അത് ഗൗരവമായി എടുക്കുകയുള്ളൂ, ഈ ജോലിക്ക് കൊണ്ടുപോയ ആൾ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തെ അറിയിച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാട്ടിലേക്ക് തിരിച്ച് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ബന്ധുക്കളും ഒപ്പം തന്നെ പ്രദേശവാസികളും കരുതുന്നത്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മിഥുന്റെ അമ്മ തുർക്കിയിലാണ്. അമ്മയെ ഒപ്പം അമ്മയുടെ സ്പോൺസറെ മരണവിവരം അറിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതുവരെ താലൂക്ക് ആശുപത്രിയിൽ മിഥുന്റെ മൃതദേഹം സൂക്ഷിക്കാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും ആ മകനോട് സംസാരിച്ചിട്ടുണ്ടാകണം ആ അമ്മ. അത് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം.